guys, welcome back to my YouTube channel. Techniques and Entertainment പുതിയ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്ന് ഒരു പവർ ആണ് കേട്ടോ ഗായ്സ്. നമ്മുടെ എല്ലാവരും വീഡിയോയ്ക്കകത്തുണ്ട്. ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. ആരൻ, my name is Abel. അക്ഷയ്, നബ്സു ഞങ്ങൾ നഫു എന്ന് വിളിക്കും കേട്ടോ. അല്ലേ ബ്രോ? അപ്പോൾ ഗായ്സ് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി നമ്മൾ എവിടെ പോവാ? നമ്മൾ ഇന്ന് ഫസ്റ്റ് മോട്ടോഴ്സിൽ പോവാ. ഇപ്പം നമ്മൾ റൈറ്റ് നൗ വി ആർ വെയിറ്റിംഗ് ഫോർ അബു ബോയ്. ഇഫ് യു ഗൈസ് ഡോണ്ട് നോ ഹു ഈസ് അബു ബോയ് ഈസ്, പുള്ളിയാൻ ഒരു ഇൻസ്റ്റഗ്രാം റീലറാ. ഇപ്പം 10 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കും. ഇപ്പം അരമണിക്കൂറായി. അതെ നമ്മൾ കാണാം. അപ്പോൾ 10 മിനിറ്റ് എന്നുള്ള 15 മിനിറ്റായി, 20 മിനിറ്റായി, 1 മണിക്കൂർ ആവുമായിരിക്കും. അപ്പോൾ അബുവായിക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. അപ്പോൾ അബുവായി വന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഫസ്റ്റ് മോട്ടോഴ്സ്. സോ യാ, സെറ്റ് ആക്കാം. അപ്പം അവിടെ പോയിട്ട് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമന്റ്. ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പം അബുബ്രോ നമ്മുടെ കൂട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് മോട്ടോഴ്സിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂട്ടത്തിലുണ്ട്. ഏബിൾ സോണി വ്ളോഗ്സ് എന്നാണ് ഏബിളിന്റെ ചാനലിന്റെ പേര്. ഇതാണ് ഏബിൾ സോണി. Hey guys. അപ്പം തുടർന്ന് ആരോണുണ്ട്. അപ്പം പുള്ളി ഒളിച്ചിരിക്കുകയാണ് ഗായ്സ്. We are on the way to first motors. ഇപ്പം നമ്മൾ അബുബോയിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ചെറുതായിട്ട് നമ്മൾ സ്ഥലം മാറിപ്പോയി. ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലായിരുന്നു അബുബോയ് വന്നത്. മാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് മോട്ടോഴ്സിൽ പോവാ. അതിന് മുന്നേ ഒന്ന് അബുബോയിന്റെ വീട്ടിലാണ്, വില്ലയിലാണ്. നമ്മുടെ അരുൺ സ്മോക്കിയും പിന്നെ മല്ലു ട്രാവലറും ഒക്കെ വന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് തുടർന്നുള്ള വീഡിയോ കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അബുബ്രോയ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഫൈനലി ഞങ്ങളുടെ കൂടെ അബുബോയാണ്. ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞൊരു 30 മിനിറ്റ് ആ മഹാനായില്ലേ. അബ്രോ ഇപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് മോട്ടോഴ്സിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഇതിന് മുമ്പ് നമ്മളിവിടെ കുറെ വ്ളോഗേഴ്സ് ഒക്കെ വന്നപ്പോൾ നമ്മൾ വന്നൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ അറിയാം. പിന്നെ ഇവിടെ കുറെ ഹൈപ്പർ, സൂപ്പർ കാർസ്, ലക്ഷറി കാർസ് എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ യാ, വി വിൽ ഗോ ഇൻസൈഡ് ആൻഡ് ചെക്ക് ഔട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് മോട്ടോഴ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമാർന്ന ഓരോരോ വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെപ്പറ്റി എനിക്ക് വാഹനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതിനെപ്പറ്റി നമ്മുടെ അബുബ്രോ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ കാണുന്ന മിക്ക വണ്ടികളും ഹൈപ്പർ കാർസ് ആയിരിക്കും. ലക്ഷറി കാർസും ഉണ്ട്, പക്ഷെ കുറവാണ്. ഇവിടെ ഈ കിടക്കുന്ന നമ്മുടെ ഒരു എന്താ പറയുക, ഫോർഡ് GT ആണ്. 2020 മോഡൽ GT. പഴയ ആ ഒരു GTയിൽ അത്ര വലിയ രസം ഓടിക്കാനുള്ള ഫണ്ടില്ലെങ്കിലും 660 ഹോഴ്സ് പവറിനടുത്ത് വരുന്നത്. ഇത് മെക്ലാറിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണെന്നാണ് പറയാം. മെക്ലാറിൻ്റെ സ്പീഡ് ടൈൽ എന്ന് പറയുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ പിന്നെ അത് ബേബി ഇത് ലാസറാണ്. ഇത് ഭയങ്കര ഹോഴ്സ് പവർ കൂടുതലുള്ള വണ്ടിയാണ്. ഭയങ്കര ടോപ്പ് സ്പീഡൊക്കെ ഉള്ള വണ്ടിയാണ്. കാരണം ഒന്നും പറയാനാണ് വണ്ടി അല്ലേ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള വണ്ടിയും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വല്ല സൂപ്പർ കാർസോ ഹൈപ്പർ കാർസോ സൂപ്പർ കാർസോ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോട്ടോഴ്സ് വന്ന് നോക്കിയാൽ മതി. എല്ലാ തരത്തിലുള്ള വണ്ടികളും കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് കാണാനാണെങ്കിൽ തന്നെ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നിട്ട് എല്ലാ വണ്ടികളും കാണാം, ഫോട്ടോ എടുക്കാം, അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഇവിടെ വരുമ്പോൾ അവരോടൊന്ന് പറയാം. അത് മാത്രമല്ല വണ്ടികളിൽ ടച്ച് ചെയ്യരുത്. അതേപോലെ തന്നെ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റരുത്. അത്ര ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടർന്നുള്ള വീഡിയോസ് എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, പൊളിക്കാം. ഒരുപാട് വണ്ടികൾ കാണാനുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് ഈ കണ്ടത്. ഇനി ഒരുപാട് ബാക്കിലുണ്ട്. അപ്പം എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഓക്കെ മച്ചാമാരെ, നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് മോട്ടോഴ്സ്, ഹൈപ്പർ കാർസ്, സൂപ്പർ കാർസ്, ലക്ഷറി കാർസ്, ഇതിൻ്റെ എല്ലാം ഒരു ഫുള്ളി ലോഡഡ് അല്ലെങ്കിൽ ഫുൾ കളക്ഷൻസാണ് ഈ ഫസ്റ്റ് മോട്ടോഴ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് മോട്ടോഴ്സിൻ്റെ ഈ കളക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇത് ഈ കാണുന്നൊരു കാറുണ്ടോ, കിടുക്കാച്ചി കാറാണ് ഫെരാരിയുടെ. ഇത് നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇതേപോലത്തെ തന്നെ ഫെരാരി, മെക്കലൻ, ലംബോർഗിനി, റോൾസ് റോയ്സ്, പോർഷെ, അങ്ങനെയുള്ള നമ്മൾ കണ്ടിട്ടും കാണാത്തതും അല്ലെങ്കിൽ കേൾക്കാത്തതുമായിട്ടുള്ള സൂപ്പർ കാർ, സൂപ്പർ പവർ, അത് കഴിഞ്ഞാൽ എക്സ്ട്രാ പവർ, എക്സ്ട്രാ മസ്കുലാർ, എക്സ്ട്രാ പൊളിപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻസാണ് ഇവർ ഫസ്റ്റ് മോട്ടോഴ്സ് ഉള്ളത്. ഇത് അവരുടെ ഒരു ഡിസ്പ്ലേ സെക്ഷനാണ് കേട്ടോ.
ഇപ്പോൾ ഈ ഫെരാരി കാർ കിടക്കുന്ന ഡിസ്പ്ലേ സെക്ഷനാണ്. നമുക്ക് നമ്മുടെ കാറ് സെലക്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫുള്ളി ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ വിങ് കിട്ടാൻ വേണ്ടി അവർക്കുള്ള ഒരു ഡിസ്പ്ലേ സെക്ഷനാണ്. അവിടെ നിന്ന് വണ്ടി ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യാം. നമ്മൾ കാണുന്ന പോലെ ഒരു സിമ്പിൾ ഷോറൂം അല്ല, അങ്ങനെ പുറകോട്ട് ഈ സംഭവം കിടക്കുകയാണ്. ഈ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നതും കയറ്റിയിടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ മറ്റേ എന്താ പറയുക, സ്വർണ്ണത്തേക്കാൾ വെല്ലുന്ന അല്ലെങ്കിൽ ഡയമണ്ടിനേക്കാളും വെല്ലുന്ന രീതിയിലാണ് അവർ ആ വണ്ടി കെയർ ചെയ്യുന്നത്. അതുപോലത്തെ പക്ക കസ്റ്റമർ ഡീലാണ് അവർ ചെയ്യുന്ന വണ്ടി. ഈ പറഞ്ഞ പോലെ ഈ സൂപ്പർ കാർസ്, ലക്ഷറി കാർസിന് അതിൻ്റെ വില എത്രയാണോ അതിൻ്റെ വില അതിൻ്റെ 10 മടങ്ങ് അവർ ആ വണ്ടിയെ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വരെ അവർ പക്കയായിട്ട് അവർ നമുക്ക് തരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫസ്റ്റ് മോട്ടോഴ്സിൽ ഇതിൻ്റെ ഈ യാർഡെന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഇതിപ്പം കാണുന്നത് ഫസ്റ്റ് മോട്ടോഴ്സ് തന്നെയുള്ള പോർഷെ, രണ്ട് പോർഷെ ഉണ്ട്, രണ്ടും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സിൽവറും റെഡും ഉള്ള, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ വണ്ടി അറേഞ്ച് ചെയ്തിടുകയാണ്. അതായത് കസ്റ്റമേഴ്സിന് വേണ്ടിയും, ചിലപ്പം നമുക്ക് കസ്റ്റമർ പറയും ഇപ്പോൾ വരുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ അവർ നമുക്ക് ചെയ്യുന്നതാണ്. ഈ വരുന്നത് ഒരു ഫെരാരിയുടെ മോഡൽ വണ്ടിയാണ്. ഏത് മോഡലാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാം സൂപ്പർ ഹൈപ്പർ ലക്ഷറീസ് കാറുകളാണ്. ഈ പവർ, അതായത് എന്താ പറയുക, ഡ്രൈവിങ് കൂടുതൽ മസ്കുലർ ആക്കണം, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, അങ്ങനെ വേണം പറയാം, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് പോകാൻ കഴിയുന്നവർക്കൊക്കെ പറ്റിയ ഒരു സെക്ഷനാണ്. സാധാരണക്കാർക്ക് പറ്റുന്ന വണ്ടിയല്ല കേട്ടോ, അതൊട്ടും മുതലാത്തതുമില്ല, നമുക്ക് പറയേണ്ട കാര്യമില്ല, അങ്ങനെ ചിന്തിക്കുക വേണ്ട. ഇത് എക്സ്ട്രാ ഹൈപ്പർ ലക്ഷൂറിയസ് സൂപ്പർ കാർസുകൾക്ക് വേണ്ടി ഉള്ളത് മാത്രമാണ്. ഇവനൊരു തട്ടുപൊളിപ്പ് വണ്ടി കേട്ടോ. ഇതിൻ്റെ കളറ് ഇതൊക്കെ നിൽക്കാനും കാണാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല. വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് പ്രീ ഓൺഡ് വണ്ടീസ് ഉണ്ട്. പ്രീ ഓൺഡ് വണ്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 5000 കിലോമീറ്റർ വരെയാണ് ഓടിയിട്ടുള്ളൂ, അതാണ് അവർ പറയുന്നത്. പിന്നെ അവർ തന്നെ ഒരു ഇൻഫർമേഷൻ പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുക്കിംഗ് ഉള്ള വണ്ടികൾ കാണും. ഇപ്പോൾ ലംബോർഗിനി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ബുക്കിംഗ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമൈസ് ചെയ്യുന്ന വണ്ടികളുണ്ടാവും. അതൊക്കെ ഇവരെ ത്രൂ നമുക്ക് വേണം ചെയ്താൽ പുത്തൻ ബ്രാൻഡ് ന്യൂ വണ്ടിയും കിട്ടും കേട്ടോ. ഇതെല്ലാം ബ്രാൻഡ് ന്യൂ വണ്ടി തന്നെയാണ്. ഹൈപ്പർ കാറുകളിൽ അല്ലെങ്കിൽ ലക്ഷറി കാറുകളിലൊക്കെ നമുക്ക് ഷെയ്ഖ് സാരോട് ദുബൈയിൽ ഇതുപോലെ നിരവധി ഷോറൂമുകളുണ്ട്. അതിൽ ഒരു എണ്ണം പറഞ്ഞാൽ നല്ലൊരു ഷോറൂമാണ് ഈ ഫസ്റ്റ് മോട്ടോഴ്സ് ഷോറൂം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ ലംബോർഗിനിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഗായ്സ്. ഇതൊക്കെ SVR ആണ്, എന്താ പറയുക, V12 എഞ്ചിൻ, ഏകദേശം 6.5 750 6.5 ലിറ്റർ 750 ഹോഴ്സ് പവർ 670 ഹോഴ്സ് പവർ ഒക്കെ ഉള്ള വണ്ടികളാണ്. ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർസ് മാത്രമായിരിക്കില്ല. ചില വണ്ടികൾ 5000 കിലോമീറ്റേഴ്സ് ഓടിയുണ്ടാവും. മിക്കതും ഇവിടെ 0 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് ഷോറൂമിൽ പോയി വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരും. ഒരു 3 മന്ത്സ് 6 മന്ത്സ് മുതൽ 12 മന്ത്സ് വരെ വെയിറ്റിംഗ് പീരീഡ് വരുന്ന വണ്ടികളുണ്ട്. റോൾസ് റോയ്സിനൊക്കെ എനിക്ക് തോന്നുന്നു 12 മന്ത്സ് എങ്ങാണ്ട് വെയിറ്റിംഗ് പീരീഡ് മാത്രമുണ്ട്. അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ഹോൾഡ് വെച്ചിട്ട് വണ്ടി വേഗം ഇറങ്ങുന്ന വണ്ടികൾ വേഗം എടുത്തിട്ട് അവർ ഷോറൂമിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യക്കാർ വരുമ്പോൾ അവർ ക്യാഷ് കൊടുത്താൽ പിറ്റേ ദിവസം തന്നെ വണ്ടി ഇറക്കി. അപ്പോൾ കസ്റ്റമറിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വെയിറ്റിംഗ് പീരീഡിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവരിൽ റെഡി ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക, അന്ന് തന്നെ വണ്ടി എടുത്തിട്ട് വേണമെങ്കിൽ പോകാം. ജസ്റ്റ് ഇതിൻ്റെ ഇതൊക്കെ പിന്നെ അൾട്രാ ലക്ഷറി വണ്ടികളായതുകൊണ്ട് ഹൈപ്പർ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പാസിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായി. പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യൽ ഹോൾഡ് വെച്ചിട്ട് ഇവർ ഇപ്പോൾ ചിലപ്പം 1 hourൻ്റെ ഉള്ളിൽ ഫുൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി നമ്മുടെ കൈ തരും. ഓക്കെ. ഗായ്സ്, അങ്ങനെ ഇത് ഫോർഡ് GT ആണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. നമ്മുടെ ഏബൽ സോൺ ഇതിനെപ്പറ്റി ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ഗായ്സ് ഇതെന്ന് പറഞ്ഞാൽ ഫോർഡ് കമ്പനീൻ്റെ വണ്ടിയാണ് ഫോർഡ് GT. സോ ഇറ്റ്സ് എ 2022 മോഡൽ 3.5 ലിറ്റർ. എന്ന് വെച്ചാൽ അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3.5 V6 ആണ്. ഇതെന്ന് പറഞ്ഞാൽ 660 ഹോഴ്സ് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് 60 കിലോമീറ്ററിൽ
3 സെക്കൻഡ്സിൽ 60 കിലോമീറ്റർ വരെ പോകും. അപ്പോൾ ഇറ്റ്സ് എ പവർഫുൾ വെഹിക്കിൾ. ഇത് ബ്രാൻഡ് ന്യൂ ആയി 2022 മോഡലാണ്. എനിക്കൊന്ന് ഇതാണ് ഫസ്റ്റ് വണ്ടി തോന്നുന്നത്. ഇറ്റ് ലുക്സ് നൈസ്. യെസ്. അപ്പോൾ ടീമേ, ഇതുവരെ കണ്ട ഒരു പൂരമാണെങ്കിൽ ഇനി കാണാൻ കിടക്കുന്ന കൊണ്ട് പൊടി പൂരം കേട്ടോ. ഈ കിടക്കുന്ന വണ്ടി വിറ്റുപോയ വണ്ടിയാണ്, സോൾഡ് വണ്ടിയാണത്. ഈ സോൾഡ് വണ്ടിയെ അവർ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് ഇട്ടിരിക്കുകയാണ് ആ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അതിനെ എല്ലാ രീതിയിലും കെയർ ചെയ്ത് ക്ലീനാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഫെരാരിയാണ്, ഫെരാരി. അപ്പം ഫസ്റ്റ് മോട്ടേഴ്സ് ഹൈപ്പർ സൂപ്പർ ലക്ഷറി കാർസിൻ്റെ ഇടയിൽ കൂടെ അക്കു ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ച് നടന്ന് വരികയാണ്. നമ്മളും ഒരു ഇച്ചിരി ഹൈപ്പറായാലും ആൾക്ക് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. വീണ്ടും ഫെരാരി, ബുക്കാട്ടി, ലംബോർഗിനി, പോർഷെ, നമ്മുടെ ബെൻസ് AMG, ബറാബസ്, റോൾസ് റോയ്സ്, ഈ വക സാധനങ്ങളെ കൊണ്ടങ്ങ് നിറഞ്ഞു കിടക്കുക കേട്ടോ. അതായത് ലക്ഷൂറിയസ് ഹൈപ്പർ കാറുകൾ, അത് തന്നെ വീണ്ടും വീണ്ടും പറയാൻ പറ്റത്തുള്ളൂ. അത് കരുതി വരുന്നവർക്ക് വേണ്ടി അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സകല വീൽസ്, അതായത് മെഷീൻസ് അല്ലെങ്കിൽ ഹൈപ്പർ കാർസുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും ഈ ഫസ്റ്റ് മോട്ടേഴ്സിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങ് നിരന്ന് കിടക്കുകയാണ്. ഓരോന്നിനായിട്ടുള്ള സ്പെഷ്യൽ കെയർ കൊടുത്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്. ഇപ്പം ഈ വണ്ടി കിടക്കുന്ന ഫ്ലോർ വരെയും ഈ വണ്ടിയെ പോലെ തന്നെ ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈവൻ നമുക്കൊന്ന് ടച്ച് ചെയ്യാനോ ഡോർ ഓപ്പൺ ചെയ്യാനോ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാനോ അതൊന്നും അവരനുവദിക്കില്ല. അതുപോലെ അവർ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനവും വണ്ടികളുമാണെന്നുള്ളതാണ് കാര്യം. അത്രയും കസ്റ്റമർക്ക് തൃപ്തി കൊടുക്കുക എന്നുള്ളതാണ്. ആ വണ്ടിയും അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അബൂബായി പറഞ്ഞേക്കുന്ന പോലെ 0 കിലോമീറ്ററുള്ള വണ്ടി, മാക്സിമം 5,000 കിലോമീറ്റർ വണ്ടി, അതിനപ്പുറത്തേക്ക് ഇല്ല അവരുടെ കയ്യിലുള്ള വണ്ടിയുടെ കളക്ഷൻസ്. കാര്യം ബ്രാൻഡ് ന്യൂ ആണ്. കസ്റ്റമർക്ക് എപ്പോഴും ബ്രാൻഡ് ന്യൂ ആയിട്ട് കിട്ടണമെന്നാണല്ലോ താല്പര്യം. പിന്നെ ഒരു 0 വെയിറ്റിംഗ് പീരീഡിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓൺ ഡെലിവറിയാണ്. ഇവിടെ വരുന്നവർ അത്രയും പവർഫുള്ളായിരിക്കണം, അത്രയും ഫിനാൻഷ്യലി വെൽത്ത് ആയിരിക്കണം, സെറ്റപ്പ് ആയിരിക്കണം. ഇതെല്ലാം അവരുടെ ഷോറൂമിൽ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയുക, വണ്ടി എടുത്തുകൊണ്ട് പോവുക. ഇതാണ് പരിപാടി. ദുബായെ സംബന്ധിച്ചോളം വണ്ടി പ്രേമികൾ അല്ലെങ്കിൽ കാർ പ്രേമികൾ ഇഷ്ടം പോലെയാണ്. ഡിഫറെൻറ്റ് ക്ലബ്സ് ഉണ്ട്. ഫെരാരി ക്ലബ്സ് ഉണ്ട്, പോർഷെ ക്ലബ്സ് ഉണ്ട്, ലെക്സസിൻ്റെ ക്ലബ്സ് ഉണ്ട്, ബെൻസിൻ്റെ ക്ലബ്സ് ഉണ്ട്, ബെൻസ് AMGയുടെ ക്ലബ്സ് ഉണ്ട്, ലംബോർഗിനിയുടെ തന്നെ ക്ലബ്സുകളുണ്ട്. അങ്ങനെ അപ്പം അതിനകത്തൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ സ്റ്റാറ്റസ്, അതൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഹൈപ്പർ കാർസുകൾ ഇവിടെ. പിന്നെ ഈ ക്ലബ്സിന് വേണ്ടി പോകുന്നത്, ഡ്രൈവേഴ്സ് നടത്തുന്നത്, ലോങ് ജേർണി നടത്തുന്നത്, പിന്നെ എന്താ പറയുക, ഒരു റേസിങ് അല്ലെങ്കിൽ ഒരു മത്സരം അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ കണ്ടോ, നമ്മുടെ ഇത് AMG ആണ്, ബെൻസിൻ്റെ ഒരു സൂപ്പർ ഹൈപ്പർ കാർസ് തന്നെയാണിത്. ബെൻസ് ആർക്കും ഇഷ്ടമുള്ളത്. ബെൻസിന് നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്നത് മധുര രാജ, നമ്മുടെ രാജമാണിക്യം, അവനെ പോലത്തെ ഒരു ബെൻസ് രാജയാണ് കിടക്കുന്നത്. ബെൻസ് എപ്പോഴും മലയാളികൾക്ക് എപ്പോഴും സൂപ്പർ സംഭവമല്ലേ. കണ്ടോ, നമ്മുടെ ബോച്ചയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന റോൾസ് റോയ്സ് ഇതാ നമ്മുടെ മുന്നിൽ. ഇവിടെ റോൾസ് റോയ്സിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് കിടക്കുക കേട്ടോ. ഇവൻ ലംബോർഗിനിയുടെ ഒരു സൂപ്പർ സംഭവ കാറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വണ്ടി ലംബോർഗിനിയുടെ. എന്താ പറയുക, ഒരു BMW 6 സീരീസ് 7 സീരീസ് ഒക്കെ വരുന്ന പോലത്തെ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സൂപ്പർ കാർസാണ് ഈ കിടക്കുന്നത്. ബെൻസിൻ്റെ ബറാബസ്, ഒരു മോഡലിൻ്റെ പേരാട്ടോ ബറാബസ് എന്നുള്ളത്. ബെൻസിൻ്റെ തന്നെ ഒരു ലക്ഷൂറിയസ് കാറാണത്. V8 കേട്ടോ, അതിൻ്റെ വേരിയൻറ്റ് V8 ആണ്. അതിൻ്റെ പേര് ബറാബസ് എന്നാണ്, ആ മോഡലിൻ്റെ പേര് ബറാബസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പം നിലവിൽ ദുബായിൽ ബെൻസിൻ്റെ ഏറ്റവും ഹൈ എഡിഷൻ പെട്ട ഒരു വണ്ടിയാണ് സംഭവം കേട്ടോ. സൂപ്പർ വണ്ടിയാണ്, ഭയങ്കര പവർ, പിന്നെ ഹൈ ഒഫീഷ്യൽസുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളർ കൂടുതലും ബ്ലാക്ക്സ്, വൈറ്റ്സ്, അങ്ങനെ കളറുണ്ട്. പിന്നെ ഡെസേർട്ട് ഡ്രൈവിനൊക്കെ ഇതിൻ്റെ തന്നെ ഉള്ളൊരു ക്ലബ്സുകൾ തന്നെയുണ്ട്. ഇപ്പം ജീപ്പിൻ്റെ ക്ലബ്സ്, റാംഗ്ലർ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബെൻസിൻ്റെ തന്നെ ഒരു ക്ലബ്ബുകളുണ്ട്. കണ്ടില്ല, അതാണ് ബറാബസ് എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ മോഡലിൻ്റെ പേര് ബറാബസ് എന്നാണ് ഈ വണ്ടിയുടെ പേര് തന്നെ കേട്ടോ. ഇത് ബെൻസിൻ്റെ വണ്ടിയാണ്,
സൂപ്പർ വണ്ടിയാണ്, അടിപൊളി സാധനമാണ് വണ്ടി. അപ്പോൾ ഗൈസ്, ഇവിടെ സൂപ്പർ കാർസ് മാത്രമല്ല സൂപ്പർ ബൈക്സും ഉണ്ട് കേട്ടോ. സൂപ്പർ ബൈക്സ് ഇപ്പം ഇവിടെ സൂപ്പർ ബൈക്സ് ആയിട്ടിരിക്കുന്ന ഡുക്കാട്ടിയുടെ ബൈക്സാണ് ഉള്ളത്. അത് 2 മോഡൽസാണ് ഉള്ളത്, സൂപ്പർ ബൈക്സുകൾ. അതും കസ്റ്റമർ പറഞ്ഞതിന് ശേഷം അവർ നമുക്ക് എടുത്ത് തരുന്നതാണ്. കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി കസ്റ്റമർ ഡീൽ ചെയ്യുമ്പോൾ അവർ വണ്ടി എടുത്ത് തരുന്നതാണ്. സൂപ്പർ ബൈക്സ്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് മോട്ടോഴ്സിൻ്റെ യാർഡ് കേട്ടോ. ആ വണ്ടി ഇങ്ങനെ ഒന്നൊന്നായിട്ട് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ലക്ഷറീസാണ്, ഹൈപ്പർ ലക്ഷറീസ് മസ്കുലർ സൂപ്പർ കാർസുകളാണ്. അതായത് സൂപ്പർ കാർസുകൾ, ലക്ഷറീസ് കാർസുകൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന എന്താ പറയുന്നത് ഒരു ഷോറൂമാണ് ഫസ്റ്റ് മോട്ടോഴ്സിൻ്റെ ഷോറൂം. ഈ കാണുന്നത് ബുക്കാട്ടിയുടെ കാർസാണ് കിടക്കുന്നത്. പിന്നെ ഫെരാരി ഉണ്ട്, മെക്കലിനുണ്ട്. അതായത് ഹൈ എഡിഷൻസ്, ഹൈ പവർ, ഫുൾ പവർ ലക്ഷൂറിയസ് കാർസുകളുടെ വൻ ശേഖരം. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. വന്നുക പോയി വണ്ടി എടുക്കുക, പറപ്പിക്കുക, ഇതിനാണ് പരിപാടി. അതിനകത്ത് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, വേറെ ഒന്നും കൂടി ചോദിക്കാനുമില്ല. അവരെ നമുക്കങ്ങോട്ട് ഇട്ട് തരികയാണ്. നിങ്ങൾ ഇഷ്ടമുള്ള സാധനം എടുത്തോളൂ, പേയ്മെൻറ്റ് അടച്ചോളൂ, വണ്ടി എടുത്ത് പറപ്പിച്ചോളൂ. ഈ പരിപാടി മാത്രമുള്ളൂ അവിടെ. അതായത് പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ നമുക്ക് വണ്ടിയുടെ എഡിഷൻ മാനുവൽ കാര്യങ്ങൾ എല്ലാം കാണിച്ചു തന്ന് എങ്ങനെയൊക്കെയാണുള്ളതെല്ലാം കസ്റ്റമേഴ്സിനെ കൊണ്ട് അവർക്ക് തൃപ്തികരമായ അവരുടെ കാര്യങ്ങളെല്ലാം അവർ ഡീൽ ചെയ്യുകൊണ്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് മോട്ടോഴ്സ്. ഓക്കെ ഗൈസ്. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് മോട്ടോഴ്സിലായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഗായ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് വണ്ടി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും ഇവിടെ വന്ന് കണ്ടോ, അടിപൊളിയാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടിയിൽ ടച്ച് ചെയ്യാനോ വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമേഴ്സിന് മാത്രം അതിന് പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന വീഡിയോകളൊക്കെ ഇനിയും വരുന്നതായിരിക്കും. നമ്മളെല്ലാവരും ഒരു ഫാമിലി ആയിട്ട് മുമ്പോട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ എല്ലാവരെയും, അപ്പം എന്നോടൊപ്പം ഇന്നിവിടെ ജോയിൻ ചെയ്ത അബൂബ്രോ ഒരു ഇൻസ്റ്റാഗ്രാം റീലറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏബിൾ സോണി, ആരോൺ ബ്രോ, അതോടൊപ്പം തന്നെ അക്ഷയ് ബ്രോ, എല്ലാവരും ബ്രോ. ഓക്കെ, മെയിൻ ആളാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യണമേ എന്നുകൂടി ഓർപ്പിക്കുകയാണ് ഗായ്സ്. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗായ്സ്.